ഇന്ന് ദൈവത്തിന്റെ വചനം മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വിഷനെ കുറിച്ച്. അവിടെ പറയാണ് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 22-ാം വാക്യത്തിൽ, ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവനും പ്രകാശമായിരിക്കും. കണ്ണ് കേടുള്ളതെങ്കിലോ നിന്റെ ശരീരം മുഴുവനും ഇരുണ്ടതായിരിക്കും. എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ട് എത്ര വലിയത്. ആമേൻ. ഇത് പലർക്കും മനസ്സിലാകാത്ത ഒരു കാര്യമാണ്. വളരെ ചുരുക്കം ചില ആളുകൾക്ക് മാത്രമേ അതിന്റെ ആഴങ്ങൾ മനസ്സിലായിട്ടുള്ളൂ. അതിന്റെ 22-ാം വാക്യം വായിച്ചാട്ടെ. ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. പ്രൈസ് ഗോഡ്. ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. എന്തിനെ കുറിച്ച് പറഞ്ഞെന്നറിയാമോ? ഇന്ന് ക്രിസ്തീയ സഭ ഒരു ശരീരമാണ്. ക്രിസ്തീയ സഭ ഒരു ശരീരമാണ്. ഈ ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണെന്താ തരുന്നേ? ദർശനം തരുന്നു. ദർശനം, വിഷൻ തരുന്നു. ആമേൻ. ഈ കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിതമായിരിക്കും. അതായത് ഈ കണ്ണിന് പ്രോപ്പർ വിഷൻ ഉണ്ടെങ്കിൽ, തോന്നിയ വിഷൻ പോരാ. സകല മനുഷ്യരും ബോഷ്ക്ക് പറയുന്നിടത്തേ വരൂ. മനുഷ്യന്റെ വിഷൻ പോരാ. ദൈവം സത്യവാൻ, റോമൻസ് 3:4. കർത്താവ് സഭയെക്കുറിച്ച് എന്താ ആഗ്രഹിക്കുന്നുവോ ആ വിഷൻ തന്നെ വേണം. ആമേൻ. അപ്പോൾ ക്രിസ്തുവിന്റെ സഭയാകുന്ന ശരീരത്തിന് കർത്താവ് സഭയിൽ എന്താണോ കാണുന്നത് അത് തന്നെ വേണം. തോന്നിയത് കണ്ടപ്പോരാ, കർത്താവ് കാണുന്നത് തന്നെ കാണണം. ആമേൻ. ഹല്ലേലൂയ. കാൽവരി ക്രൂശില് താനീ കിടക്കണ കണ്ടപ്പോ സ്വർഗത്തിലും ഇല്ല ഭൂമിയിലും ഇല്ല, രണ്ടിന്റെ ഇടയില് 3 ആണിമത്വം കിടക്കുക. കണ്ടു നിന്ന ജനത്തിനൊരഭിപ്രായമുണ്ട്. ആ അഭിപ്രായം വിഷനായിട്ട് എടുക്കരുത്. പിശാചിന് വേറൊരു അഭിപ്രായമുണ്ട്, അതും വിഷനായിട്ട് എടുക്കരുത്. പകരം ദൈവത്തിന്റെ അഭിപ്രായം വേണം നമ്മൾ എടുക്കുവാൻ. ഏത് കാര്യത്തിൽ? ദൈവത്തിന്റെ അണ്ടർസ്റ്റാൻഡിങ്. ദൈവത്തിന്റെ അണ്ടർസ്റ്റാൻഡിങ് ആണ് വിസ്ഡം. ഒരു കാര്യം ദൈവം നോക്കുമ്പോൾ ദൈവം എങ്ങനെ കാണുന്നു ആ കാഴ്ചപ്പാടാണ് നമുക്ക് വേണ്ടത്. മനുഷ്യൻ നോക്കുമ്പോൾ മനുഷ്യൻ പലതും കാണും. 3 ദിവസം കൊണ്ട് ദേവാലയം പണിയുന്നവനല്ലേ, നീ ഇന്ന ആളാണെങ്കിൽ ഇറങ്ങിവാ, നിന്നെ രക്ഷിക്കുക, ഞങ്ങളെ രക്ഷിക്കുക. ഇതാ മനുഷ്യൻ കണ്ടത്. പിശാചി കണ്ടത് അതല്ല. ഇവനാണ് അവകാശി, ഇവനെ കൊന്നാൽ രാജ്യം നമ്മുടേതാണ്. എന്നാൽ സ്വർഗത്തിലെ ദൈവം കണ്ടത് ഇതൊന്നുമല്ല. ക്രൂശിൽ വെച്ച് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് അവരെ പരസ്യമായി കാഴ്ചയാക്കി ജയ ഉത്സവം കൊണ്ടാടി. ആമേൻ. അപ്പൊ മനുഷ്യന്റെ ഐഡിയയും പിശാചിന്റെ ഐഡിയ എല്ലാം നമുക്ക് വേണ്ടത് ദൈവം ഒരു വിഷയത്തെ എങ്ങനെ കാണുന്നു. ആമേൻ. ഹല്ലേലൂയ. കാൽവരി ക്രൂശിൽ കിടന്നുകൊണ്ട് കർത്താവ് പറഞ്ഞു, പിതാവേ ഇവർ ചെയ്യുന്നതെന്ന് ഇവരെ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. സത്യമായിട്ട് ചോദിച്ചേ, അവര് ചെയ്യണതെന്ന് അവരറിഞ്ഞില്ലേ? അവരെന്താ ചെയ്തേ? പച്ച മനുഷ്യനെ മരത്തെ കിടത്തി ആണി അടിച്ച് തൂക്കിക്കയറ്റി. അവര് ചെയ്യുന്നതെന്ന് അറിഞ്ഞില്ലേ? മനുഷ്യ ജ്ഞാനത്തിൽ അവർ ചെയ്തത് എന്താന്ന് അവരറിഞ്ഞു. പക്ഷെ ദൈവിക ജ്ഞാനത്തിൽ അവരെന്താ ചെയ്തതെന്ന് അവരറിഞ്ഞിട്ടില്ല. അവർ ചെയ്തതല്ല അവർ ചെയ്തത്, മറ്റൊന്നാണ് അവിടെ സംഭവിക്കുന്നത്. ആത്മലോകത്തിൽ വലിയൊരു യുദ്ധം നടക്കുകയാ. അപ്പോൾ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പ്രിയ സഹോദരങ്ങൾ ചെയ്താ കറക്റ്റ്. പക്ഷെ കർത്താവിന്റെ അണ്ടർസ്റ്റാൻഡിങ്, കർത്താവ് പറയുകയാണ് ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല. ഇവർ ചെയ്യുന്നതല്ല ഇവർ ചെയ്യുന്നത്, ഇവർ ശരിക്കും വേറൊരു കാര്യമാണ് ചെയ്യുന്നത്.
എത്ര പേർക്ക് മനസ്സിലാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവർ ചെയ്യുന്നതല്ല ഇപ്പൊ ഇവർ ചെയ്യുന്നത്, ഇവർ വേറൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സത്യത്തിൽ. പക്ഷെ നിഴലിൽ ഇവർ ചെയ്യുന്നത്, ഇവരുടെ മാനുഷിക അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇവർ ചെയ്യുന്നത് തന്നെയാണ്. ഇന്ന് നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്, ദൈവം ഒരു വിഷയത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. ദൈവത്തിന്റെ അണ്ടർസ്റ്റാൻഡിങ് എന്താ ഒരു വിഷയത്തെ സംബന്ധിച്ച്? അങ്ങനെ നാം കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ദൈവത്തിന്റെ അണ്ടർസ്റ്റാൻഡിങ് ആണ്, ദൈവം മനസ്സിലാക്കിയതാണ് ദൈവത്തിന്റെ ഹൃദയത്തിലുള്ളത്. ദൈവത്തിന്റെ ഹൃദയത്തിലുള്ളതാണ് ദൈവത്തിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ പർപ്പസ്. പർപ്പസ് ദൈവം സംസാരിക്കുമ്പോഴാണ് അത് വചനം. ആ വചനം നമ്മൾ പ്രാപിക്കുമ്പോഴാണ് വിഷൻ. മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? ഗെറ്റ് ദ സീഡി. ശ്രദ്ധിക്കുക, ദൈവം ഒരു വിഷയത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ദൈവത്തിന്റെ ഹൃദയത്തിൽ. ദൈവത്തിന്റെ ഹൃദയത്തിലുള്ളതാണ് ദൈവത്തിന്റെ വായിലൂടെ വരുന്നത്. ഹൃദയം നിറഞ്ഞു കവിയുന്നതാണ് അതിനെ സംസാരിക്കുന്നത്. അതാണ് വചനം. എല്ലാ വചനവും ദൈവത്തിന്റെ ഹൃദയത്തിലുള്ള ആലോചനയുടെ ഒരു സാക്ഷാത്കരിത രൂപമാണ്. അതാണ് വചനം. വചനം നമ്മളൊന്ന് പരിശോധിച്ചാൽ അതിന്റെ ഉള്ളിൽ ഇരിക്കുന്നത് മുഴുവൻ എന്തുവാ? ദൈവത്തിന്റെ ഹൃദയത്തിൽ ഉള്ളതാണ്. ആ വചനം നമുക്ക് കിട്ടുമ്പോൾ അതിന്റെ ഉള്ളിൽ നമുക്കുള്ള വിഷൻ ഉണ്ട്. ആമേൻ. ഇവിടെ പറയാണ്, ആ വിഷൻ ക്രിസ്തുവിന്റെ സഭയാവുന്ന ശരീരത്തിന് അല്ല എങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇല്ല എങ്കിൽ ശരീരം മുഴുവൻ എവിടെ ഇരിക്കുന്നു? ഇരുട്ടിൽ ഇരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് സഭയ്ക്ക് ക്രിസ്തു ആഗ്രഹിക്കുന്ന പർപ്പസ് അറിയത്തില്ല എങ്കിൽ ഇന്ന് സഭ എവിടെ ഇരിക്കുന്നു? ഇരുളിലിരിക്കുന്നു. തോന്നിയത് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. ക്രിസ്തു എന്ത് ആഗ്രഹിക്കുന്നു അത് സഭ മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ സഭ നശിച്ചുകൊണ്ടേ ഇരിക്കും. ദർശനമില്ല എങ്കിൽ ജനം നശിക്കും. ശ്രദ്ധിക്കുക, AD 33 തുടർന്നുള്ള കാലങ്ങളിൽ കർത്താവ് യേശുക്രിസ്തു കാൽവരിയിൽ മരിച്ചു, ഉയർത്തെഴുന്നേറ്റ് പിശാചിന്റെ കിങ്ഡത്തെ ആയുധം വർഗം വെപ്പിച്ചു. എന്നാൽ ആ സമയങ്ങളിൽ സഭ ഒറ്റക്കെട്ടായി നിന്നു. പിളർപ്പില്ല. എന്നാൽ ആദ്യ നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാരും വിശുദ്ധന്മാരും കടന്നുപോയതോടെ ഈ സഭയ്ക്ക് ദർശനം നഷ്ടപ്പെട്ടു. AD 312 കോൺസ്റ്റന്റൈനും ചക്രവർത്തിയും തന്റെ പ്രജകളും കൂടി കടന്നു വന്നപ്പോൾ സഭ, പ്യുവറായിരുന്ന സഭ ഇംപ്യൂരിറ്റിയാൽ നിറഞ്ഞു മലിനപ്പെട്ടു. തുടർന്ന് ദർശനമില്ലാത്ത സഭ മുന്നോട്ടേക്ക് പോവുകയാണ്. 1054 മേജറായ ഡിവിഷൻ നടന്നു. കത്തോലിക്ക സഭയും ഓർത്തഡോക്സ് സഭയും രണ്ടായി മാറി. ഇപ്പോൾ സഭയ്ക്ക് എന്തില്ല? ദർശനമില്ല. ദർശനമില്ലാത്തത് ജനം നശിക്കുന്നു. 1517 മാർട്ടിൻ ലൂതർ തന്റെ വിശ്വാസം വഴി രക്ഷയുമായിട്ട് കടന്നു വന്നു. അദ്ദേഹത്തിന് വെളിപ്പാട് കിട്ടി. അനേക വെളിപ്പാടുകൾ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണത്. പക്ഷെ അത് അംഗീകരിക്കുവാൻ അന്നത്തെ സഭ കൂട്ടാക്കിയില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ലൂതറൻ സഭ, പ്രൊട്ടസ്റ്റന്റ് സഭ ആരംഭിച്ചു. എന്നാലും സഭയ്ക്ക് എന്ത് വന്നിട്ടില്ല? ദർശനം വന്നിട്ടില്ല, വിഷം വന്നിട്ടില്ല. വീണ്ടും വീണ്ടും പിളരുകയാണ്. ആയിരക്കണക്കിന് ഡിനോമിനേഷൻ. ഇന്ന് വേൾഡ് എൻസൈക്ലോപീഡിയ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലുള്ള നമ്മൾ പരിശോധിച്ചാല് നമുക്ക് കാണാം, ഇന്ന് സഭകളുടെ ഡിനോമിനേഷൻ എണ്ണം 33,000-ലധികം. ജനം നശിക്കുകയാണ്. കാരണം എന്തില്ല? ക്രിസ്തു സഭയെ കുറിച്ച് ആഗ്രഹിക്കുന്ന ദർശനമില്ല. റെവലേഷൻ ഈസ് പ്രോഗ്രസീവ്. ഒന്ന് കഴിഞ്ഞാൽ അടുത്തത് വന്നുകൊണ്ടേയിരിക്കും. ഇത് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഡിസ്കസ് ചെയ്തു. കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ ഗെറ്റ് ദ സീഡി. പ്രിയരെ, നമ്മൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം നമ്മൾ നശിക്കാതിരിക്കണമെങ്കിൽ നമുക്ക് ദർശനം വേണം. കാരണം ഇന്ന് ഓരോ മനുഷ്യനും ഈ ഭൗതിക ലൈറ്റ് വെളിച്ചം കാണുന്നുണ്ട്. നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ്.
അതേപോലെ ഈ ഭൗതിക ലൈറ്റിന് ഒരു പണിയുണ്ട്. എന്താണ് പണി? ഇത് കത്തി ഈ പ്രകാശം നമുക്ക് തരണം. കർത്താവ് യേശു മത്തായി സുവിശേഷം ഗിരിപ്രമാണത്തിൽ പറയുകയാണ്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. ആഹാ, അപ്പോ ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണെങ്കിൽ ലോകത്തിന് എന്തില്ല? ലോകത്തിന് എന്തില്ല? പക്ഷെ എന്റെ അണ്ടർസ്റ്റാൻഡിങ് ലോകത്തിൽ എന്നാ ഉണ്ട്? ഇതുകൊണ്ടാ പറഞ്ഞ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് എടുക്കരുത്, അത് തെറ്റാന്നേ. നമ്മൾ കാണുന്ന ഭൗതിക വെളിച്ചമാ. കർത്താവ് പറയുന്ന ലോകത്തിന് വെളിച്ചമില്ല, നിങ്ങളാ ലോകത്തിന്റെ വെളിച്ചം. മനസ്സിലായോ? ആമേൻ, ഹല്ലേലൂയ. അപ്പൊ നമുക്ക് വലിയ റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലേ, വലിയൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലേ. ആമേൻ. നിങ്ങളുടെ ഉള്ളിലുള്ള വെളിച്ചം ഉണ്ടല്ലോ, അത് ഇരുട്ടാകരുത്. നമ്മൾ ലോകത്തിന്റെ വെളിച്ചമാ. കാരണം സാക്ഷാൽ വെളിച്ചമായവൻ നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ്. സാക്ഷാൽ വെളിച്ചമായവൻ നമ്മുടെ ഉള്ളിലുണ്ട്. ആരാ സാക്ഷാൽ വെളിച്ചം? കർത്താവ് യേശു 1-ാം അധ്യായം വായിക്കുമ്പോൾ സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചം ഭൂമിയിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. ഇന്ന് വന്നുകൊണ്ടിരിക്കുകയല്ല, അത് വന്നു, എന്റെ നിങ്ങളുടെ ഉള്ളിലുണ്ട്. പക്ഷെ കർത്താവിന്റെ വചനം പറയാ, നിങ്ങളിലുള്ള ആ വെളിച്ചത്തെ നിങ്ങൾ ഇരുട്ടാക്കരുത്. മനസ്സിലായില്ല? നിങ്ങൾ വെളിച്ചമുണ്ട്, പക്ഷെ നിങ്ങൾ അതിനെ ഇരുട്ടാക്കരുത്. നമ്മൾ വായിച്ച വാക്യം പറയാണ്, അതിന്റെ 23-ാം വാക്യം, മത്തായി 6:23. കണ്ണു കേടുള്ളതെങ്കിലോ നിന്റെ ശരീരം മുഴുവനും ഇരുണ്ടതായിരിക്കും. കണ്ണ് കേടുള്ളതെങ്കിലോ നിന്റെ ശരീരം മുഴുവൻ ഇരുണ്ടതായിരിക്കും. വളരെ ഇമ്പോർട്ടന്റ് അല്ലേ? അപ്പൊ വിഷുന്നില്ലെങ്കിൽ എങ്ങനെ ഇരിക്കും? ഇരുണ്ടതായിരിക്കും. താഴേക്ക്. എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ട് എത്ര വലിയത്. മൈ ഗോഡ്, നിന്നിലുള്ള വെളിച്ചം, നമ്മൾ ആരുണ്ട് ഇപ്പോ? യേശുണ്ട്. ആ വെളിച്ചം ഇരുട്ടായാലോ? കൂരിരുട്ട്. ആ ഇരുട്ട് എത്ര വലിയ വെളിച്ചത്തെ എങ്ങനെ ഇരുട്ടാക്കാം? നമുക്ക് വെളിച്ചം അകത്തുണ്ടെങ്കിൽ ഈ വെളിച്ചം വെളി കാണിക്കാതെ നമുക്ക് നടക്കാം. എന്തില്ലെങ്കിൽ നമുക്ക് വിഷൻ ഇല്ല എങ്കിൽ. അകത്ത് ആരുണ്ട്? ക്രിസ്തു ഉണ്ട്. പക്ഷെ പുറത്ത് ആരില്ല. ക്രിസ്തുവിനെ നമ്മളിലൂടെ ഒരുവനും കാണുന്നില്ല. പിന്നെ കാണുന്ന ആരെയാ? ആ പഴയ ആദത്തിന്റെ വൃത്തികെട്ട നേച്ചർ. ഇത് കണ്ടിട്ടാണ് ഇന്ന് ലോകത്തിലെ ജനം ക്രിസ്തുവിന്റെ അടുക്കലേക്ക് വരാത്തത്. ഏതോ ഒരു മഹാൻ പറഞ്ഞു, ക്രിസ്തുവിനെ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ ക്രിസ്ത്യാനികളെ എനിക്ക് ഇഷ്ടമല്ല. കാരണം നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായതാ. പ്രിയ പൈതലേ, വെളിച്ചം ഇരുട്ടായതാ. ഇതിന്റെ അകത്ത് വെളിച്ചമുണ്ട്, നിനക്ക് വിഷനില്ല, ദർശനമില്ലാത്തപ്പോൾ ജനം നശിച്ചു പോകുന്നു. അപ്പോൾ ദർശനത്തിന് ഇമ്പോർട്ടൻസ് മനസ്സിലായി. ദർശനം വേണം. എങ്ങോട്ടൊക്കെയാ പോകുന്നെന്ന് അറിയാതെ നമ്മളെപ്പോഴും നീങ്ങിക്കൊണ്ടിരുന്നാൽ അതിന്റെ അർത്ഥം നമ്മൾ ഇംപ്രൂവ് ആകുന്നതല്ല, നമ്മൾ പുരോഗമിക്കുന്നു എന്നുള്ളതല്ല. ഞാനിപ്പോ ഈ പുൾപിറ്റിന്റെ ഈ ടേബിളിന്റെ ചുറ്റും കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. ഇപ്പൊ എന്നെ നിങ്ങൾ വിളിക്കുക, പുറകിലിരിക്കുന്ന സഹോദരന്മാരോ സഹോദരിമാരോ ആരെയും വിളിച്ചിട്ട് പറയാം, ദേവദാസനെ എനിക്ക് ഇന്നൊരു ആവശ്യമുണ്ട്, ഒന്ന് വരുമോ, സഹായിക്കുമോ? ഞാൻ പറയാം, ഞാൻ വളരെ ബിസിയാ. എന്താ? ഞാൻ എപ്പോഴും നീങ്ങിക്കൊണ്ടിരിക്കുക, എനിക്ക് ഒട്ടും സമയമില്ല. എവിടെയാ നീങ്ങണേ? ഈ പുൾപുറ്റിന്റെ ചുറ്റും കടന്ന് ഞാൻ നീങ്ങിക്കൊണ്ടിരുന്നതുകൊണ്ട് എന്റെ ലക്ഷ്യത്തിലേക്ക് ഞാൻ എത്തുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് എപ്പോഴും പ്രവർത്തിക്കുന്നു എന്നുള്ളതല്ല. ഞാനിങ്ങനെ വട്ടത്ത് കിടന്ന് കറങ്ങുന്നതിനേക്കാൾ ഇസ്രായേൽ മക്കള് അവര് ഈജിപ്തിൽ അടിമത്തുന്ന കനാൻ ദേശത്തിലേക്ക് പോകുമ്പോ